മുന്നേ ഞാനൊരു പുഡിംഗ് വീഡിയോ ഇട്ട സമയത്ത് ഒരു 6-7 ലക്ഷത്തോളം ആൾക്കാർ ആ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എനിക്ക് പെരുന്നാളൊക്കെ ആവാനായില്ലേ, പുഡിങ് സ്പെഷ്യലായിട്ടൊന്നും ഇല്ലേന്ന് വെച്ചിട്ട് ഒരുപാട് റിക്വസ്റ്റുകൾ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു സ്പെഷ്യലായിട്ടൊരു പുഡിങ് തന്നെ ഉണ്ടാക്കാം. ഭയങ്കര ഈസി ആയിക്കോട്ടെ, എന്നാൽ ടേസ്റ്റിന് ഒരു കുറവും വേണ്ട. അപ്പോൾ പൈനാപ്പിൾ ഒന്ന് കട്ട് ചെയ്ത് സെറ്റാക്കലാണ് വലിയൊരു പണിയുള്ളത്. വേറെ ഉള്ളതൊക്കെ ഈസിയാണ് കേട്ടോ. എന്നിട്ട് കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് ഒന്നിൻ്റെ അടുപ്പിൽ വെച്ചാൽ അതിൽ നിന്ന് വെള്ളം ഇറങ്ങി വന്നിട്ട് നന്നായിട്ട് അതൊന്നും കണ്ട് കുക്കായി കിട്ടും. നല്ല ടേസ്റ്റ് ആയിരിക്കും ഇപ്പോൾ പുഡിങ്ങിന് കേട്ടോ. നല്ല റോ പൈനാപ്പിൾ ഇടാതിരിക്കുക ശ്രദ്ധിക്കുക. അങ്ങനെ പഞ്ചസാരയിൽ ഇട്ടിട്ട് ഒന്ന് മെൽട്ടാക്കിയത് തന്നെ എടുക്കാൻ നോക്കാം കേട്ടോ. എന്നിട്ട് പിന്നെ ഒരു പാത്രത്തിൽ നമ്മുടെ മാരി ബിസ്ക്കറ്റ് ഒന്ന് ലെയർ ചെയ്ത് വെച്ചിട്ട് മേലെ പാൽ ഒഴിച്ച് കൊടുക്കാം. പിന്നെ അതേപോലെ അതിൻ്റെ മേലെ നമ്മൾ കുക്കാക്കി വെച്ച പൈനാപ്പിളും പിന്നെ നന്നായിട്ട് തിക്കായിട്ട് അടിച്ചെടുത്തുള്ള വിപ്പിംഗ് ക്രീമും കൂടെ ഒന്ന് ലെയറാക്കി എടുക്കുക. അതേപോലെ നെക്സ്റ്റ് ലെയറിലും പാലിൽ മുക്കിയിട്ട് ബിസ്ക്കറ്റ് വെക്കാം, പിന്നെ പൈനാപ്പിൾ വെക്കുക, പിന്നെ ക്രീം വെക്കുക. എന്നിട്ട് അവസാനം ഞാൻ കുറച്ച് നട്ട്സൊക്കെ ഇങ്ങനെ കത്തിയോടെ ക്രഷ് ചെയ്തെടുത്തിട്ട് അതും അതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഇടയ്ക്കൊന്ന് കടിക്കാൻ വേണ്ടിയിട്ട്. നല്ല ടേസ്റ്റുമാണ്. പക്ഷെ വലിയൊരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കാനില്ല. ആകെയുള്ളൊരു ബുദ്ധിമുട്ട് ഇനി ഉണ്ടെങ്കിൽ തന്നെ ഈ പൈനാപ്പിൾ ഒന്ന് കട്ടാക്കി എടുക്കാനുള്ളത് മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും എന്താ പെരുന്നാളായിട്ട് എന്താ പരിപാടി? ഇതന്നെ ഉണ്ടാക്കി വെക്കല്ലേ.